ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷോബഫിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എപ്പിസോഡ് 4ന്റെ ഫസ്റ്റ് പാർട്ടാണ് ഇന്ന് നമ്മുടെ ചാനലിൽ കാണാൻ പോകുന്നത്. പാസ്റ്റിൽ നടക്കുന്ന കുറച്ച് സീൻസ് കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത്. വെള്ളത്തിൽ വീണ അവളെ ആരോ രക്ഷിക്കുന്നതായും ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഹീറോയിൻ, നീ എന്തിനാണ് എന്നെ രക്ഷിച്ചത്? എന്നെ അവിടെ തന്നെ വിട്ടാൽ പോരായിരുന്നോ? ഇനി ഞാൻ ജീവിതകാലം മുഴുവനും ഇങ്ങനെ ജീവിച്ചു തീർക്കണ്ടേ എന്ന് ബഹളം വെക്കുന്നത് കേട്ട് പുറത്ത് ആ വാച്ചും കയ്യിൽ പിടിച്ച് പൊട്ടിക്കരയുന്ന സഞ്ജയെ കാണിച്ച് കട്ട് ചെയ്താൽ 4th എപ്പിസോഡ് ആരംഭിക്കുന്നത് ഫ്യൂച്ചറിൽ സഞ്ജയും ഹീറോയിനും മീറ്റ് ചെയ്തത് കാണിച്ചാണ്. അവന് അവളെ കാണുമ്പോൾ തന്നെ ഇത് ഇംസോൾ ആണെന്ന് മനസ്സിലാകും. പക്ഷെ അവളുടെ വായിൽ നിന്നും ഞാൻ നിങ്ങളുടെ ഫാൻ ആണെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അവൾക്ക് അവനെ മനസ്സിലായിട്ടില്ല എന്ന കാര്യം ഉറപ്പാകും. പിന്നീടാണ് ആ ഹോട്ട് ബാഗ് കയ്യിൽ കൊടുക്കുന്നത്, തിരിച്ച് അവന് മിഠായി കൊടുക്കുന്നതും. അപ്പോഴും അവൻ ആലോചിക്കുന്നത് അവൾ അന്ന് ആ സെയിം മിഠായി കൊടുത്തതൊക്കെയാണ്. പോകാൻ നേരം ആ കുട കൊടുത്തു വിടുന്നതും അത് ഓർത്തിട്ട് തന്നെയാണ്. ഫ്രണ്ട് കൂട്ടിക്കൊണ്ടു പോകാൻ വരുന്നുണ്ടെങ്കിലും അവൾ അറിയാതെ അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നോക്കി നിന്ന ശേഷം ഫോളോ ചെയ്ത് അവൾ വീട്ടിലേക്ക് കയറി പോകുന്നത് വരെ ദൂരെ നിന്ന് വാച്ച് ചെയ്യുന്നുണ്ട്. സഞ്ജയ് വീട്ടിലെത്തിയ ശേഷം ദൂരേക്ക് നോക്കി എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുന്നതും കണ്ടിന്യൂസ് ആയി ഫോൺ വിളിക്കുന്നതിന്റെ ബെല്ല് കേൾക്കാം. അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഹീറോയിനെ ആരൊക്കെയോ ചേർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കും. അവൾക്ക് ബോധം വരുന്നതും ഇതിപ്പോൾ ഏത് വർഷമാണെന്ന് നഴ്സിനോട് ചോദിച്ച് കൺഫേം ചെയ്യും. അപ്പോഴാണ് താൻ ഇപ്പോൾ അഡ്മിറ്റ് ആയിരിക്കുന്നത് സഞ്ജയെ അഡ്മിറ്റ് ആക്കിയ സെയിം ഹോസ്പിറ്റൽ ആണെന്ന കാര്യം അറിയുന്നത്. ഉടനെ അങ്ങോട്ടേക്ക് ചെല്ലുന്നതും അവന്റെ അച്ഛനും അവന്റെ ഗ്യാങ്ങിലെ മറ്റു മെമ്പേഴ്സും മരണവാർത്ത അറിഞ്ഞ് കരയുന്നത് കാണും. സെക്യൂരിറ്റി അകത്തേക്ക് കടത്തിവിടാത്തത് കൊണ്ട് തന്നെ തിരിച്ചു പോകുന്നത് ഹായുക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്ന ടൈം അങ്ങോട്ടേക്ക് രണ്ടുപേരെത്തി ഹീറോയിനെ കൂട്ടിക്കൊണ്ടുപോകും. ഇവർ രണ്ടുപേരുമാണ് സഞ്ജയുടെ കേസ് അന്വേഷിക്കുന്നത്. അവന്റെ റൂമിൽ നിന്നും ഒരു ഫോട്ടോ കിട്ടി. ആ ഫോട്ടോയിലുള്ളത് നിങ്ങളാണെന്ന് അവന്റെ ഫ്രണ്ടായ ഹായുക്ക് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. കൂടാതെ സഞ്ജയ് ഇന്നലെ ലാസ്റ്റായി കണ്ടത് നിങ്ങളെയാണ്. അയാളുടെ സംസാരത്തിൽ എന്തെങ്കിലും പന്തികേടുണ്ടായിരുന്നോ, എന്തെങ്കിലും ഡൗട്ട് തോന്നിയായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഹീറോയിൻ അന്നേരം ആ ഫോട്ടോ കണ്ട ഞെട്ടലിലാണ്. അപ്പോ ഈ നടന്നതൊന്നും സ്വപ്നമായിരുന്നില്ലല്ലേ? എങ്കിൽ എനിക്ക് ഫ്യൂച്ചർ മാറ്റാൻ കഴിയും എന്നത് ആ ഫോട്ടോ കാണുമ്പോൾ തോന്നുന്നുണ്ട്. പാസ്റ്റിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഫ്യൂച്ചറിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. അപ്പോ എനിക്ക് പാസ്റ്റിലേക്ക് പോയി അവനെ രക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന ചിന്തയിൽ ഹീറോയിൻ പിന്നെയും അവിടെ ആ വെള്ളത്തിൽ അന്നത്തെ പോലെ പോയി കിടന്ന് ആ വാച്ച് പ്രസ് ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ വിചാരിച്ച പോലെ ഒരു ചേഞ്ചും വരുന്നില്ല എന്നത് കണ്ട് ഒരുപോലെ സങ്കടവും ദേഷ്യവും വരുന്നുണ്ട്. അന്ന് വീട്ടിലെത്തി TV കാണുന്ന ടൈം അതിൽ ഏജൻസിയുടെ ഡയറക്ടറായ കിം റിപ്പോർട്ടേഴ്സിന് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നത് കാണാം. കുറച്ചു കാലം മുതൽക്കേ സഞ്ജയ് ഡിപ്രഷനിലായിരുന്നു. ഇടയ്ക്കിടയ്ക്കുള്ള ഈ കോൺട്രവേഴ്സീസും റൂമേഴ്സും എല്ലാം കാരണം മെന്റലി കുറച്ച് ഡൗൺ ആയിരുന്നു എന്നൊക്കെ പറയുന്നത്. അവളുടെ പഴയ പെട്ടിയിലിരുന്ന് ആൽബം എടുത്തു നോക്കുന്നതും അതിൽ നിന്നും അവർ ഒരുമിച്ചുണ്ടായിരുന്ന ഫോട്ടോ കിട്ടും. ഇന്നലെ എന്റെ അടുത്ത് വന്ന ടൈം നിന്നെ തിരിച്ചറിയാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ നിന്നെ ഒരിക്കലും ഒറ്റയ്ക്ക് വിടില്ലായിരുന്നു എന്ന് സങ്കടപ്പെട്ട് കിടക്കുന്നതും. അന്നേരം ഹായുക്ക് അവളെ വിളിച്ച്, നീ ഇന്നലെ അവനെ കണ്ടിരുന്നല്ലേ? നിനക്ക് അവന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും സംശയം തോന്നിയോ? ഇങ്ങനെ അവൻ ജീവിതം അവസാനിപ്പിക്കുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. നിന്നെ നേരിട്ട് കണ്ട് സോറി പറയണമെന്ന് അവനുണ്ടായിരുന്നു. അവൻ എന്തിനാ എന്നോട് സോറി ചോദിക്കുന്നത് എന്ന് അവൾ തിരിച്ചു ചോദിക്കുന്നതും അന്നേരം കോള് കട്ടാകും. പിന്നീട് അങ്ങോട്ട് എത്ര വിളിച്ചിട്ടും കോള് കണക്റ്റ് ആകില്ല. വാച്ചിൽ ലൈറ്റ് കത്തുന്നത് ശ്രദ്ധിക്കുന്ന അവൾ അപ്പോഴാണ് അന്നും ഇതുപോലെ 12 മണി ആയപ്പോഴാണ് വാച്ച് വർക്കായതെന്ന കാര്യം ഓർക്കുന്നത്. ഉടനെ ആ ബട്ടൺ പ്രസ് ചെയ്യുന്നതും ഹീറോയിൻ പാസ്റ്റിലേക്ക് ചെല്ലുന്നുണ്ട്. അവളുടെ ശരീരത്തിലെ ബാധ ഒഴിപ്പിക്കാനായി വീട്ടിന് മുകളിൽ
അവളുടെ അമ്മയും അമ്മുമ്മയും കൂടി മന്ത്രവാദം നടത്തുന്നിടത്താണ് അവള് കണ്ണു തുറന്ന് എഴുന്നേൽക്കുന്നത്. കണ്ണു തുറക്കുന്ന അവളാകട്ടെ കാലുകൾ അനങ്ങുന്നത് കണ്ട സന്തോഷത്തിലാണ്. ഇതൊക്കെ എന്താണ്, നിങ്ങൾ എന്തായി കാണിച്ചു കൂട്ടുന്നതെന്ന് ചോദിക്കുന്ന ടൈം ഞങ്ങളല്ല, നീയല്ലേ, നിന്റെ ശരീരത്തിൽ ഏതോ ബാധ കയറി നിനക്ക് മറ്റൊരാളുടെ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ മന്ത്രവാദിയെ പോയി കണ്ട് അവരെ കൂട്ടിക്കൊണ്ടുവന്നത്. എന്നിട്ടിപ്പോ ഞങ്ങളോട് ചോദിച്ചാൽ ഹീറോയിൻ ആലോചിച്ചു നോക്കുമ്പോഴാണ് സംഭവം ഹീറോയിനാണ് അവരെ പോയി കണ്ട് ബാധ ഒഴിപ്പിക്കാനായി വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്നത്. ഫ്യൂച്ചറിൽ നിന്നുള്ള ഹീറോയിൻ വരുന്ന സമയം പാസ്റ്റിലുള്ള ഹീറോയിൽ നിന്നും ഓപ്പോസിറ്റ് ആയുള്ള കാര്യങ്ങളാണ് ചെയ്തു കൂട്ടുന്നത്. അതുകൊണ്ട് അവൾ ഈ ചെയ്യുന്നതെല്ലാം അവളുടെ ശരീരത്തിൽ ബാധ കൂടിയത് കൊണ്ടാണെന്നാണ് അവള് വിശ്വസിക്കുന്നത്. മന്ത്രവാദിയാകട്ടെ ഈ ശരീരത്തിൽ നിന്നും ഒഴിഞ്ഞു പോ ആത്മാവേ, ഈ ശരീരത്തിൽ നിന്നും ഒഴിഞ്ഞു പോ എന്ന് പറഞ്ഞ് അവളുടെ ശരീരത്തിൽ ആത്മാവിനെ ഒഴിപ്പിക്കാനായി അടിക്കുന്നുണ്ട്. ഹീറോയിൻ അവിടെ നിന്ന് ചാടി ഇറങ്ങി ഓടുന്നതും താഴെ കൂടെ പോകുന്ന സഞ്ജയെ കാണും. അമ്മ, എനിക്ക് ഒരു കുഴപ്പവുമില്ല, ഈ പരീക്ഷയുടെയൊക്കെ സ്ട്രെസ് കാരണം ഞാൻ കാണിച്ചു കൂട്ടിയതാണെന്ന് പറഞ്ഞ് അവനെ കാണാനായി ഓടിച്ചെല്ലും. സഞ്ജയ് എന്ന് വിളിച്ച് അവന്റെ അടുത്തെത്തുന്നതും അവൻ ദേഷ്യത്തോടെ നോക്കുന്നത് കാണുമ്പോൾ അവൾക്ക് മറ്റൊരു കാര്യം ഓർമ്മ വരും. സംഭവം സഞ്ജയ് അവളോട് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നതും എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല, എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കുന്ന ടൈം സഞ്ജയ് അവളുടെ കയ്യിൽ കയറി പിടിക്കും. എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെന്നല്ലേ പറഞ്ഞ്, കൈവിടടാ പെണ്ണ് പിടിയാ എന്ന് ഒച്ച വെച്ച് അവളുടെ ബാഗ് കൊണ്ട് അവന്റെ തലക്കടിക്കും. നമ്മുടെ പാസ്റ്റിലെ ഹീറോയിൻ തായ്സങ്ങിന്റെ ഗേൾഫ്രണ്ട് ആണ്. അവൾക്ക് സഞ്ജയ് ആരാണെന്ന് പോലും അറിയില്ല. ആ ദേഷ്യത്തിൽ സഞ്ജയ് അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ വീട്ടിലേക്ക് കയറി പോകുന്നുണ്ട്. അവൾ അവിടെ നിന്നും പോയി കഴിഞ്ഞ് 10 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ തിരിച്ചെത്തിയത് എന്ന കാര്യം ഫോണിലെ ഡേറ്റ് കാണുമ്പോഴാണ് അറിയുന്നത്. പാസ്റ്റിലേക്ക് ആദ്യമായി വന്ന ദിവസം കലണ്ടറിൽ മാർക്ക് ചെയ്തു വെച്ചിരുന്നത് കാണുമ്പോഴാണ് അവൾ അവിടെ 2 മാസം സ്പെൻഡ് ചെയ്തെന്ന കാര്യം മനസ്സിലാക്കുന്നത്. അതായത് ആക്സിഡന്റ് പറ്റിയ ദിവസം എത്താൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. ഇനി എത്ര സമയം ഉണ്ടെന്നതിലല്ല, എനിക്കിപ്പോ രണ്ടാമതൊരവസരം കൂടി കിട്ടിയതാണ്. ഇത് ഞാൻ നന്നായി യൂസ് ചെയ്ത് ഫ്യൂച്ചർ എങ്ങനെയും മാറ്റണം എന്ന് അവരുടെ ആ ഫോട്ടോ നോക്കിയ ശേഷം മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട്. അടുത്ത ദിവസം സഞ്ജയെ കാണാനായി ചെല്ലുന്നുണ്ട്. പക്ഷെ അവൻ മൈൻഡ് പോലും ചെയ്യാതെ പോകും. നിന്റെ കൈക്കിപ്പോഴെങ്ങനെയുണ്ട്, അതിപ്പോഴും വേദനിക്കുന്നുണ്ടോ എന്നൊക്കെ കുശലം ചോദിക്കുന്നുണ്ട്. ദാ ഇത് പിടിക്ക്, ഇത് നിന്റെ തെറാപ്പിക്ക് വേണ്ടിയുള്ള കപ്പും അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ പറയുന്ന ബുക്കുമാണ്. പക്ഷേ അതവൻ വാങ്ങില്ല. കൊടുത്തിട്ട് അവൻ അത് വാങ്ങുന്നില്ലെന്ന് കണ്ട് കുറച്ച് വെയിറ്റ് ഉണ്ടെന്നേ ഉള്ളൂ, എന്നാലും ഞാൻ തന്നെ പിടിച്ചേക്കാം എന്ന് പറഞ്ഞ് ഹീറോയിൻ അവന്റെ പിണക്കം മാറ്റാനായി പുറകെ നടക്കും. അവളിങ്ങനെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നത് കണ്ട് അവൻ നിനക്കിപ്പോ എന്ത് വേണമെന്ന് ചോദിച്ച് ദേഷ്യപ്പെടും. പെണ്ണുപിടിയൻ എന്നൊക്കെ വിളിച്ചത് ഞാനല്ല, 19 വയസ്സായ ഇംസോളാണ്. നിന്നെ കെയർ ചെയ്യുന്നതും കൂടെ നടക്കുന്നതും നിന്നെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് ഫ്യൂച്ചറിൽ നിന്ന് വന്ന ഇംസോൾ 2023 ആണ്. ഇത് കേട്ട് സഞ്ജയ് അവൾക്ക് മുഴുവട്ടാണോ എന്ന് ചോദിക്കും. എന്റെ ശരീരത്തിലെ ആത്മാവാണ് ഇതെല്ലാം ചെയ്തു കൂട്ടിയത്, അല്ലാതെ ഞാനല്ല. ഇന്നലെ എന്റെ വീടിന് മുകളിൽ ബാധ ഒഴിപ്പിക്കാനായി ഒരു പൂജയുണ്ടായിരുന്നു, അത് കണ്ടില്ലേ, ദാ എനിക്ക് രക്ഷയും കെട്ടി തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അത് കാണിച്ച് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും. ആ ആത്മാവ് കയറിയ സമയത്ത് എനിക്ക് ആളെ പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ലായിരുന്നു. അവൻ അതൊന്നും തീരെ വിശ്വസിച്ച മട്ടില്ല. ഇപ്പോ ആത്മാക്കൾ ഡേറ്റ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ച് മുന്നോട്ട് നടക്കുന്നുണ്ട്. അവളുടെ ആ ഗിഫ്റ്റ് താഴെ വെച്ചിരുന്നത് തട്ടി അവള് താഴെ വീഴുന്നത് കണ്ട് സഞ്ജയ് ഹെൽപ്പ് ചെയ്യാനായി തിരിയുന്നതും അന്നേരം തായ്സങ് അങ്ങോട്ടേക്ക് വന്ന് അവളെ എഴുന്നേൽപ്പിക്കും. അവൻ കേൾക്കാനായി മൈ ഗേൾ ഫ്രണ്ട്, നിനക്ക് എന്തു പറ്റി എന്ന് ചോദിച്ച് അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകും. ഹായുക്കെത്തി, നീ ഇതൊന്നും കാണരുതെന്ന് പറഞ്ഞ് കണ്ണ് പൊത്തിപ്പിടിക്കും. ഹീറോയിൻ ഫോൺ ചെക്ക് ചെയ്യുന്നതും അതിൽ തായ്സങ്ങിന് അയച്ചിരിക്കുന്ന മെസ്സേജ് കാണും. വളരെ റൊമാൻറ്റിക് ആയി തായ്സങ്ങിനോട് സംസാരിച്ചിരിക്കുന്നത് കണ്ട് അതൊക്കെ അവള് തന്നെ അയച്ചതാണോ എന്ന് വിശ്വസിക്കാൻ വയ്യ. അയ്യേ, ഞാൻ അവനോട് ഇങ്ങനെയാണോ ആ ടൈം സംസാരിച്ചതെന്നോർത്ത് അവൾക്ക് തന്നെ നാണക്കേട് തോന്നുന്നുണ്ട്. തായ്സങ് പ്രപ്പോസ് ചെയ്ത ടൈം ഹീറോയിൻ എസ് പറയുകയും അന്ന് മുതൽ അവർ ഒഫീഷ്യലി ഡേറ്റിംഗിലാണ്. അതായത് തായ്സങ്ങിന്റെ കണ്ണിൽ അവളിപ്പോ അവന്റെ ഗേൾഫ്രണ്ട് ആണ്. അന്നേരം അങ്ങോട്ടേക്ക് തായ്സങ് എത്തി അവളുടെ കാലിൽ ബാൻഡേജ് ഒട്ടിച്ചു കൊടുക്കാനായി വരുന്നതും
അവൾ അതാദ്യം വേണ്ടെന്ന് പറഞ്ഞ് തടയും. എന്റെ കൈക്ക് മാജിക് പവർ ഉണ്ട്, ഇപ്പൊ റെഡിയാക്കി തരാം എന്ന് പറഞ്ഞ് ബാൻഡേജ് ഒട്ടിച്ചു കൊടുക്കും. നീ നിന്റെ വായടച്ചു വെക്കെന്ന് പറയുന്നത് കേട്ട് ഓഹോ അപ്പൊ ഗ്രാനി തിരിച്ചു വന്നോ എന്ന് തായ്സങ് ചോദിക്കുന്നുണ്ട്. അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, നിനക്ക് 2 ക്യാരക്ടർ ഉണ്ട്. ഇന്നലെ സംസാരിച്ചതുപോലെ അല്ല നീ ഇന്ന് സംസാരിക്കുന്നത്. ഇന്ന് നിന്റെ കണ്ണിൽ എന്നോടുള്ള സ്നേഹം ഞാൻ കാണുന്നില്ല. ഇത് കേട്ട് നിനക്ക് ശരിക്കും ഇംസോളിനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നില്ലാതെ ദാ ഇവിടെ എന്റെ ഹൃദയത്തിലാണ് അവൾക്ക് സ്ഥാനം എന്ന് പഞ്ചേരടിക്കാൻ തുടങ്ങും. എന്നാൽ നീ ഇനി അവളെ ഇഷ്ടപ്പെടരുത്, അതെനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നതും അന്നേരമാണ് ഹീറോയിൻ മറ്റൊരു കാര്യം ഓർക്കുന്നത്. കാര്യം ഇവളിപ്പോ ചെയ്യുന്നതെല്ലാം പാസ്റ്റിലുള്ള ഇംസോളിനെയും അഫക്റ്റ് ചെയ്യും. അക്കാരണം കൊണ്ടാണല്ലോ ബാധ ഒഴിപ്പിക്കുന്ന ആളെ പോയി കണ്ടത്. ഇപ്പോൾ എന്റെ പ്രശ്നം ഇതല്ലല്ലോ. എന്തായാലും സഞ്ജയോട് സംസാരിക്കണം. ഞാൻ എന്തായാലും ഇവിടെ കുറച്ച് ദിവസത്തേക്ക് മാത്രമായാണ് വന്നത്. അതാലോചിക്കുന്നതും പിന്നെ അവൾ അതേപ്പറ്റി ഒന്നും മിണ്ടില്ല. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഹീറോയിന്റെ അമ്മയെ കാണിക്കുന്നതും അവന്റെ അച്ഛൻ ഹീറോയിൻ കൊടുത്ത പാത്രം തിരിച്ചു കൊടുക്കാനായി വരുന്നതും ഹീറോയിന്റെ അമ്മയുമായി സംസാരിക്കുന്നുണ്ട്. കുറെ കാലമായില്ലേ ഈ പാത്രം തന്നിട്ട്, എന്നിട്ട് ഇപ്പോഴാണോ തിരിച്ചു തരുന്നതെന്ന് ഹീറോയിന്റെ അമ്മ ചോദിക്കുന്നതും കുറച്ച് ബിസി ആയിപ്പോയി, അതുകൊണ്ടാണ് കൊണ്ടുതരാൻ ലേറ്റ് ആയത്. ഞാൻ പാത്രം നന്നായി കഴുകിയിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന ടൈം എപ്പോഴാ ബാക്കി ഫൈൻ അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്? $2 കുറവുണ്ടെന്ന് പറയുന്നതും നിങ്ങൾ എന്തിനെ പറ്റിയാ ഈ പറയുന്നത് എന്ന മട്ടിൽ സഞ്ജയുടെ അച്ഛൻ അവരെ ഒന്ന് നോക്കും. ഇവിടെ വീഡിയോ ടേപ്പ് വെച്ചിട്ട് പോയത് ഞാൻ കണ്ടു, അതുകൊണ്ട് മര്യാദയ്ക്ക് 2 ദിവസത്തിനുള്ളിൽ ബാക്കി കാശും കൂടെ കൊണ്ടുതരണമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്. അവിടുന്ന് കട്ട് ചെയ്ത് ഹീറോയിനെ കാണിക്കുന്നതും അവൾ അവിടുത്തെ ബാൻഡിന്റെ പ്രാക്ടീസ് നടക്കുന്ന റൂമിൽ ഹായൂകിനെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടാകും. നീ എന്തേ തായ്സങ്ങിനെ കാണാൻ വന്നതാണോ എന്ന് ഹായൂക്ക് തിരക്കുന്നതും അല്ല, നിന്നെ കാണാൻ വേണ്ടി തന്നെ വന്നതാണ്. അവൻ ഫോൺ വിളിച്ച് എന്തോ പറയാനായി വന്ന കാര്യം ഓർക്കുന്ന അവൾ എന്തായിരിക്കും അവന് തന്നോട് പറയാനുള്ളതെന്ന് ചിന്തിച്ച് അവനെ തന്നെ നോക്കി നിൽക്കും. നിനക്ക് എന്തുണ്ടെങ്കിലും എന്നോട് മടിക്കാതെ പറയാം, അതിപ്പോഴെന്നല്ല ഫ്യൂച്ചറിലാണെങ്കിലും. എന്നെ കോണ്ടാക്ട് ചെയ്യാൻ നീ ഒരിക്കലും മടി കാണിക്കരുത് എന്നൊക്കെ അവനോട് പറയും. ഇത് കേൾക്കുന്നതും എനിക്കിപ്പോ ഒരു കാര്യം പറയാനുണ്ട്. നീ സഞ്ജയെ വെറുതെ വിടണം. സഞ്ജയെ ഞാൻ രക്ഷിക്കാനാ നോക്കുന്നത്. നീ ഒരിക്കലും അവനെ K-പോപ്പിന്റെ ഓഡിഷൻ അറ്റൻഡ് ചെയ്യാനായി കൊണ്ടുപോകരുത്. അതായത് ഇത്രയും ഗ്ലാമറായ അവൻ പോയാൽ ഉറപ്പായും അവന് സെലക്ഷൻ കിട്ടും. അപ്പോ ആ ചാൻസ് ആഗ്രഹിച്ചു കൂടെ നടക്കുന്ന ആളുടെ കാര്യം കഷ്ടത്തിലാക്കും. അതുകൊണ്ട് നീ അവനെ ഒരിക്കലും ഓഡിഷൻ അറ്റൻഡ് ചെയ്യാൻ കൊണ്ടുപോകരുത്. ഇപ്പോ ഞാൻ പറഞ്ഞതെല്ലാം നീ ഓർത്തു വെക്കണം. ഫ്യൂച്ചറിൽ നിനക്കിത് ആവശ്യം വരും. അവിടെ നിന്ന് കട്ട് ചെയ്ത് സഞ്ജയുടെ ശത്രുവായ ഹാങ്ജു അവനെ ഓരോന്നും പറഞ്ഞ് ചൊറിയാൻ ശ്രമിക്കുന്നുണ്ട്. എന്തേ സ്വിമ്മിംഗ് പ്രാക്ടീസിനൊന്നും വരുന്നില്ലേ? എനിക്ക് ക്ലാസ് ഉണ്ടെന്ന് അവന്റെ മറുപടി കേട്ട് അതാ ഇനിയിപ്പോ സ്വിമ്മിങ് ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പൊ പിന്നെ വേറെ എന്തെങ്കിലും നോക്കണ്ടേ? അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതാ ഇത്രയും എഫേർട്ട് ഇടരുതെന്ന്. നിന്നെ കൊണ്ട് പറ്റാത്ത പണിക്ക് പോയി അവസാനം ദാ കണ്ടില്ലേ? അതാ എനിക്ക് നിന്നോട് തിരിച്ചു പറയാനുള്ളത്. നീ ഒരുപാട് എഫേർട്ട് ഇടരുത്. കാരണം നിനക്ക് അതിനുള്ള കഴിവില്ല. എത്ര ശ്രമിച്ചാലും ഞാൻ ചെയ്ത ഒരു സ്ട്രോക്ക് പോലും നിന്നെ കൊണ്ട് ഈ ജന്മത്തിൽ ചെയ്യാൻ പറ്റില്ല. തന്നെ കളിയാക്കിയതിന്റെ ദേഷ്യത്തിൽ നീ കഴിഞ്ഞ മത്സരത്തിൽ ജയിച്ച സമയത്ത് പറഞ്ഞതല്ലേ നാഷണൽ ടീമിൽ കയറണമെന്നത് അമ്മയുടെ ആഗ്രഹമാണെന്ന്. ഇനി എനിക്കതിന് കഴിയില്ലെന്ന് പറഞ്ഞ് നിന്റെ അമ്മയുടെ കല്ലറയിൽ ചെന്ന് ക്ഷമ ചോദിക്ക്. അമ്മയെ പറഞ്ഞത് കേൾക്കുമ്പോൾ അവന് നന്നായി ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ അടിക്കാനായി ചെല്ലുന്നതും അങ്ങോട്ടേക്ക് വരുന്ന അവരുടെ ഫ്രണ്ട്സ് ഇടപെട്ട് പിടിച്ചു മാറ്റും. അന്നേരം അങ്ങോട്ടേക്ക് ചാടി വരുന്ന ഹീറോയിൻ അവന്റെ തലയിൽ ഇടിക്കുന്നുണ്ട്. നിന്നെ ഞാൻ അന്ന് സഞ്ജയുടെ പാന്റ് മോഷ്ടിച്ച ദിവസം മുതൽ നോക്കി വച്ചതാണ്. ഇനി അവനെ ഉപദ്രവിക്കണം എന്ന് ചിന്തിക്കുക പോലും ചെയ്യരുത്. അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാൻ എപ്പോഴും അവനോടൊപ്പം കാണും. ഇങ്ങനെ മാസ് ഡയലോഗ് അടിച്ചു കഴിയുന്നതും അങ്ങോട്ടേക്ക് സാറ് വരുന്നത് കണ്ട് ഹീറോയിൻ ഓടും. ഒരാവേശത്തിൽ ഇടിച്ചതാണെങ്കിലും പിന്നീട് തല നന്നായി വേദനിക്കുന്നുണ്ട്. അങ്ങനെ തലയും തടവി വരുന്നതും തായ്സങ്ങിനോട് ക്രഷുള്ള പെണ്ണും അവളുടെ ഗ്യാങ്ങും ചേർന്ന് ഹീറോയിനെ തൂക്കിക്കൊണ്ടുപോകും. ബാക്കി സെക്കൻഡ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.